നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ആരായിരിക്കും UDF സ്ഥാനാർത്ഥി? ഇപ്പോൾ UDFിൽ ഇത്തരത്തിലുള്ള ചർച്ച പ്രബലമായിരിക്കുകയാണ്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് നിന്ന് മത്സരിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മനസ്സൊന്നും തുറന്നിട്ടില്ല. എവിടെ നിർത്തിയാലും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മാറുകയാണ് എന്നാണ് കോൺഗ്രസിലെ ഷാഫി ആരാധകരും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളും കരുതുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയുള്ള പ്രബലനായ കോൺഗ്രസ് നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു. വടകരയിൽ 1.5 ലക്ഷം വോട്ടിനാണ് KK ശൈലജയെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. വടകര എന്നത് CPMൻ്റെ വളരെ വേരുകളുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. 25 വർഷം അവിടെ KP ഉണ്ണികൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് വളരെ സുന്ദരമായി CPM പിന്തുണയോടുകൂടി ജയിച്ചു കയറിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ KK ശൈലജയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് CPM സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഷാഫി പറമ്പിൽ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു കയറി. അങ്ങനെ ഷാഫി പറമ്പിലിന് മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വലിയ പിന്തുണ കേരളമെങ്ങും ചർച്ചാ വിഷയമായി. അങ്ങനെ ആ ഷാഫി പറമ്പിലിനെ ധാരാളം മുസ്ലിം വിഭാഗങ്ങളുള്ള ധർമ്മടത്ത് മത്സരിപ്പിച്ചാൽ പിണറായിക്ക് അത് ഒരു കനത്ത വെല്ലുവിളിയായിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ആഗ്രഹിക്കുന്നത്. ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ പിണറായി വെള്ളം കുടിക്കേണ്ടി വരും, ഒരുപക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു വരാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ധർമ്മടം മണ്ഡലം CPMൻ്റെ ഉറച്ച കുത്തക മണ്ഡലമാണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പിണറായിയുടെ വീടിരിക്കുന്ന വാർഡ് കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ UDFിനാണ് മുൻതൂക്കം. UDF ആണ് അവിടെ വിജയിക്കാറുള്ളത്. ഏതായാലും ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ വളരെ സജീവമായി തന്നെ ഈ ഒരു നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ VD സതീശൻ ഇതിന് അനുകൂലിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ്. കാരണം സതീശൻ കൂടി പിന്തുണച്ചാലേ ഷാഫിക്ക് അവിടെ മത്സരിക്കാൻ കഴിയുള്ളൂ. ഷാഫിയും VD സതീശനും ഒരു കാലത്ത് അടയും ചക്കരയുമായിരുന്നെങ്കിലും ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വന്നതിനെ തുടർന്ന് സതീശനും ഷാഫിയും തമ്മിലുള്ള അകൽച്ച വളരെ വലുതായി കഴിഞ്ഞു. ഇവർ തമ്മിൽ സംസാരിക്കാൻ കഴിയുന്ന അത്ര ബന്ധം പോലും ഇല്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിയെ ധർമ്മടത്ത് നിർത്തുന്നതിൽ സതീശൻ സമ്മതം മൂളുമോ എന്നുള്ള കാര്യത്തിൽ ചിലർക്കെല്ലാം സംശയമുണ്ട്. എന്നാൽ ലീഗിലെ ഒരു പ്രബല വിഭാഗവും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഷാഫി തന്നെ അവിടെ മത്സരിപ്പിക്കണം, ധർമ്മടത്ത് മത്സരിക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിലെ പ്രബലമായ വിഭാഗവും മുസ്ലിം ലീഗിലെ പ്രബലമായ മറ്റൊരു വിഭാഗവും ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഷാഫി പിണറായി വിജയനെ തോൽപ്പിച്ചേക്കാം എന്നുവരെ ചില കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കൾ സ്വപ്നം കാണുന്നുണ്ട്. ഏതായാലും അത്രയൊന്നും സ്വപ്നം കാണേണ്ടി വരില്ലെങ്കിൽ തന്നെയും പിണറായി വിജയനെതിരെ കടുത്ത മത്സരം മുന്നോട്ട് വയ്ക്കാൻ, കടുത്ത മത്സരം പ്രദാനം ചെയ്യാൻ ഷാഫി പറമ്പിലിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് ഷാഫി ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സമ്പൂർണ്ണമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. KC വേണുഗോപാൽ അനുകൂലമാണെങ്കിലും VD സതീശൻ അനുകൂലമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.